ചൈനക്കാരെ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. അവർ ചതിയന്മാരാണ്. അവരെ വിശ്വസിച്ചവരെല്ലാം അവർ ചതിക്കും. അത് ലോകത്തിലിപ്പോൾ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ് പാടി നടന്ന പോലത്തെ ഒരു കഥയായി മാറി. ഇപ്പോൾ അവരുടെ ഡിഫൻസ് സിസ്റ്റവും അവരെ സ്റ്റെൽത്ത് വിമാനം ഉണ്ടല്ലോ, 6ാം തലമുറ, അതുമാതിരിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുള്ള പാകിസ്ഥാനും ഇറാനും ഒരു ആഫ്രിക്കയിലും പിന്നെ അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ തുർക്കിയുടെ ഡ്രോൺ എന്തായിരുന്നു, മലപ്പുറം കത്തി അമ്പും വില്ലെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വന്നിട്ട് ആദ്യം വന്ന് പരീക്ഷണം നടത്തി അത് ഇത്രയ്ക്ക് പാട്ട സാധനം എന്ന് തെളിയിച്ചു കൊടുത്തത് ഇന്ത്യയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ടെക്നോളജിക്ക് മുന്നിൽ, നമ്മുടെ ആയുധങ്ങളുടെ മുന്നിൽ അവരെല്ലാവരും മുട്ടുമടക്കിയിരിക്കുകയാണ്. ഇനി ചൈനയ്ക്ക് ഏതെങ്കിലും ഒരു ആയുധം പാട്ട വിലയ്ക്ക് വിറ്റവരെ മേടിക്കാൻ ഒരാളുണ്ടാവില്ല. ഇപ്പം അതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ മറ്റേ ചൈനയുടെ പ്ലെയിൻ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഏജൻസി പണി എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇനി അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് വരെ വാങ്ങിച്ചോരെ എന്ന് കിട്ടും കിഴി. ഇങ്ങനൊരു കള്ളന്മാരല്ലേ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുക. അവർ ഈ മറ്റുള്ളവരൊക്കെ പറ്റിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്താണ് അവരിപ്പോൾ ലോകത്തിൽ രണ്ടാം സാമ്പത്തിക ശക്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കൂട്ടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആയുധങ്ങളുടെ മുന്നിൽ അങ്ങനെ ആയുധങ്ങളും കൊണ്ട് അവർ വല്ല പട്ടാളക്കാരങ്ങനെ വന്ന് എന്താ പറയുക, അവർ മേടിക്കുന്ന അടിയുണ്ടല്ലോ, അവർ മെഴുകി പഴയ കാലത്ത് കാരണവന്മാർ പറയും 70 കളറിലും മെഴുകുമെന്ന് പറയണത്. ആ മെഴുകിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ചൈനയൊന്നും ഇനി എന്തായാലും അവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ പാട്ട സാധനം കൊണ്ട് പോയിട്ടൊന്നും ഇന്ത്യയുടെ അടുത്ത് നിന്നിട്ട് വലിയ സ്കോപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി എന്തായാലും അവർ ഈ പാട്ട സാധനം പറക്കി നമ്മുടെ അടുത്തേക്ക് യുദ്ധമെന്നും പറഞ്ഞ് പൊക്കി പിടിച്ച് വരുമെന്ന് എനിക്ക് തോന്നണമൊന്നുമില്ല. വന്നാൽ തന്നെ അവറ്റങ്ങളൊക്കെ കണ്ടം വഴി ഓടണം കാണാം.